ഹായ് ഫ്രണ്ട്സ്, ഈ യാത്ര എങ്ങോട്ടാണെന്നായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്ര ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് മോൻ്റെ അക്ഷരം എഴുതിക്കാൻ വേണ്ടിയിട്ട് കല്ലേൽക്കുളങ്ങര പാലക്കാട് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ജേണിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ടും ഈ മിസ്റ്റേക്സൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോകുമ്പോൾ അവിടെ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂമൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗുജറാൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രീയാൻഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് വാവയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ്റെ പേര് ഓഷി എന്നാണ്. താണ്ടി നിൽക്കുന്ന ശ്രീയാൻഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവനാണ് അവൻ്റെ ലോകം. പാലക്കാട് നിന്ന് കേട്ടാൽ ഓഷി എന്നാണ് അവൻ ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ മിസ്സിങ് ഉണ്ട്, നൈറ്റ് കോളുണ്ട്, വീഡിയോ കോളിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാം. ശ്രീയാൻഷിൻ്റെ സന്തോഷം കാണാമായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ പൊന്നോ, ഇത്രയൊക്കെ കാണാതെ ഒരു ഡോഗിനെ സ്നേഹിക്കാൻ പറ്റുന്ന അവനാണ് കേട്ടോ എനിക്ക് കാണിച്ചു തന്നത്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ രാവിലെ ഫുഡ് കഴിച്ചു, നേരെ അമ്പലത്തിൽ പോയി. ഇത് വാവയുടെ അക്ഷരം എഴുതിക്കുന്ന വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാവയെ ആദ്യം മൂകാംബിക ടെമ്പിളിൽ വെച്ചിട്ടാണ് നമ്മൾ അക്ഷരം എഴുതിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലേൽക്കുളങ്ങരയിലും കൂടി എഴുതിക്കാമെന്ന് വിചാരിച്ചു. കാരണം അഭിയേട്ടൻ്റെ സ്ഥലം പാലക്കാടായതുകൊണ്ടും പിന്നെ അമ്മയോടുള്ളൊരു വിശ്വാസം കൊണ്ടും നമ്മൾ അവിടെയും കൂടി മോനെ അക്ഷരം എഴുതിച്ചു. പിന്നെ വാവയുടെ അക്ഷരം എഴുതിക്കലിൻ്റെ കൂടെ തന്നെ നമ്മൾ കാറും കൂടി പൂജ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കൊല്ലം സൈഡിലോട്ടെ ഈ പൂജ ഒപ്പിന് ബുക്ക് മാത്രം പൂജ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. വണ്ടികൾ പൂജ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൂടുതലായിട്ടും ഞാനത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് പാലക്കാട് പൂജ വെക്കുന്നത് കണ്ടപ്പോഴും അവിടെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എൻ്റെ മാത്രം മിസ്റ്റേക്കാണോ എന്ന് അറിയില്ല. ഞാൻ ഇതുവരെ വണ്ടി പൂജിച്ച് മേടിക്കുക, അല്ലെങ്കിൽ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് തൊഴുക, എല്ലാവരും അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അക്ഷരം എഴുതിക്കലിന് കഴിഞ്ഞ ശേഷം വണ്ടി പൂജിച്ചിട്ട് നേരെ പോയത് അച്ഛമ്മേനെ കാണാനാണ്. അച്ഛമ്മേനെ കണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോ എടുക്കണം എന്നുള്ള ബോധമൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ വന്ന് ഞാനും വൈകയും ശ്രീയാൻഷും ഏട്ടനും മഹിയും കുറച്ച് നേരം പബ്ജിയൊക്കെ കളിച്ചു. കുറച്ച് നേരം ഫണ്ണൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് കവേ പോകാൻ പ്ലാൻ ചെയ്തു. നേരെ ഞങ്ങൾ കവേ പോകാനായിട്ട് ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യുന്ന വേറെ ആരെയല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ വിജിത്തിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ ലൈവ് വരുന്നവർക്ക് അറിയായിരിക്കും വിജിത്തിനെ. അവനുമായിട്ട് നേരെ കവയിലോട്ടാണ് പോയത്. ചെന്നപ്പോഴുണ്ട് ഭയങ്കര റഷെന്ന് വെച്ചാൽ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് ആ പരിപാടിയൊന്നും നടന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ഗീതമ്മയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ നിറയെ പട്ടിക്കുട്ടികളായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളും കോഴിയും. ശ്രീയാൻഷിനാകെ വട്ടായി. പിന്നെ അവിടുന്ന് പാടം കാണാൻ പോയി. പാടം എല്ലാം കണ്ടു. ഒരു ഉച്ചയോടടുപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലക്കാടൻ ട്രിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് പോയിട്ട് വന്നൊരു യാത്രയാണ്. ചെറിയൊരു യാത്ര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്